മലയാള സിനിമാ രംഗത്തും സാഹിത്യ രംഗത്തുമൊക്കെ കോപ്പിയടി ആരോപണങ്ങൾ നമ്മൾ പലതവണ കേട്ടിട്ടുള്ളവരാണ്. സിനിമാ രംഗത്ത് അത് കൂടുതലാണെങ്കിൽ സാഹിത്യ രംഗത്ത് അത് എണ്ണത്തിൽ കുറവായിരുന്നു. ഇപ്പോൾ മലയാള സാഹിത്യ രംഗത്ത് പുതിയൊരു വിവാദം ഉടലെടുത്തിരിക്കുന്നു. മലയാളികൾ ഏറെ വായിച്ച KR മീര എന്ന എഴുത്തുകാരിയുടെ കലാച്ചി എന്ന നോവലാണ് വിവാദത്തിന് കാരണം. സിൻ എന്ന തന്റെ നോവലിന്റെ കോപ്പിയടിയാണ് കലാച്ചി എന്ന ആരോപണവുമായി ഹരിദാസ് സാവിത്രി എന്ന എഴുത്തുകാരി രംഗത്ത് വന്നതോടെ വിവാദം കൊഴുത്തു. 2020 മുതൽ ഖണ്ഡശയായി കലാച്ചി പ്രസിദ്ധീകരിച്ചുവെന്നാണ് KR മീര പറയുന്നത്. 2022 ഹരിദാസ് സാവിത്രിയുടെ സിന്ന് പുറത്തുവരുന്നത്. എന്നാൽ ഹരിദാസ് സാവിത്രി തന്റെ കലാച്ചി വായിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തുവെന്ന് KR മീര പറയുകയും ചെയ്യുന്നുണ്ട്. തന്റെ നോവലിനെ രാഹുൽ മാങ്കൂട്ടത്തിലുമായും പുൽക്കുടിയുമായും ഒക്കെ ഉപമിച്ചതിൽ വലിയ പ്രതിഷേധമുണ്ട് എന്നാണ് ഹരിതയുടെ പ്രതികരണം. എന്തായാലും വിവാദങ്ങൾ കൊഴുത്തിരിക്കുകയാണ്. ആരെയാണ് കോപ്പിയടിച്ചത്? KR മീര പറയുന്നതാണോ ഹരിദാസ് സാവിത്രി പറയുന്നതാണോ ശരിയെന്ന് നോക്കാം. അജിൻസ, യഥാർത്ഥത്തിൽ എന്താണ് ഈ വിവാദം? അല്ല, ദിവ്യ ഫസ്റ്റ് പറഞ്ഞതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ വിവാദം തുടക്കം കുറിക്കുന്നത് രണ്ട് എഴുത്തുകാരുമല്ല, ഇവരല്ല അതേക്കുറിച്ച് പറയുന്നത്. പകരം കുറച്ച് നിരൂപകരെന്ന് അവകാശപ്പെടുന്ന കുറെ ഫേസ്ബുക്ക് പോരാളികളാണ്. അതായത് ഹരിദാസ് സാവിത്രി ആകെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, കലാച്ചി എന്ന് പറയുന്ന KR മീരയുടെ നോവൽ അവർ വായിക്കുന്നു. അവർ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിലേക്ക് ഇട്ടിരുന്നു. KR മീരയെ ടാഗ് ചെയ്ത് എന്തൊക്കെ പറയും, ഞാൻ വായിച്ചു കേട്ടെ എന്ന് പറയുന്നു. പക്ഷെ അവർ വായിച്ചതിന് ശേഷം ആ നോവലിനെ പറ്റി അഭിപ്രായം പറഞ്ഞിട്ടില്ല. അല്ല, ഒന്നും പറഞ്ഞു. അതിനുശേഷം ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഇവർ തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു, നമ്മളോട് ഉൾപ്പെടെ പറഞ്ഞത് പ്രകാരം വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ പ്രമേയത്തിൽ സാമ്യം തോന്നിയിരുന്നു, പ്ലോട്ടിൽ സാമ്യം തോന്നിയിരുന്നു. പക്ഷെ അത് അവർ എവിടെയും ഉന്നയിക്കുകയോ ആരോടും പറയുകയോ ചെയ്തില്ല. പക്ഷെ വായനക്കാരിൽ പലരും അത് ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന സ്വാഭാവിക വിഷമം തീർക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ ഈ പുസ്തകത്തെയോ എഴുത്തുകാരിയോ സൂചിപ്പിക്കാതെ ഒരു പോസ്റ്റ് ഇട്ടു, എങ്ങും തോന്നാതെ പോസ്റ്റ്. പക്ഷെ അതിൻ്റെ അടിയിൽ വന്ന ആളുകൾ കമന്റ് ചെയ്യുന്നു. പിന്നെ ആ കമന്റ് ചെയ്യുന്നതിനെ തുടർന്ന് വേറെ പലരും ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഇടുന്നു. അങ്ങനെയാണ് ഈ വിവാദം കൊഴുക്കുന്നത്. അതല്ലാതെ അവരായിട്ട് മീരയോ ഹരിദാസ് സാവിത്രിയോ ആയിട്ട് തുടങ്ങി വെച്ചൊരു വിവാദം അല്ല അത്. ഇതിലൊരു പ്രശ്നം KR മീരയെ കുറിച്ചാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. ഇപ്പോൾ മീര പറയുന്നത് ഞാൻ 2020 പ്രസിദ്ധീകരിച്ചു തുടങ്ങിയതാണ്. ട്രൂത്ത് കോപ്പി തിങ് എന്ന് പറയുന്നൊരു വെബ് മാഗസിനിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. പക്ഷെ അതിൻ്റെ 6 അധ്യായം മാത്രമേ പ്രസിദ്ധീകരിച്ചിരുന്നുള്ളൂ. പക്ഷേ ഈ 6 അധ്യായത്തിലല്ല പ്രശ്നം. 6 അധ്യായം കഴിയുമ്പോൾ പിന്നീടുള്ള ഭാഗങ്ങളിലാണ് ഈ പുസ്തകത്തിൻ്റെ പ്ലോട്ട് അതിൽ കടന്നു വരുന്നത്. ഇപ്പോൾ KR മീരയെ പറ്റി ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു ആരോപണം ഉയരുന്നത് കൂടി ശ്രദ്ധേയമാണ്. അവരുടെ വളരെ പ്രസിദ്ധമായ, വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ആരാച്ചാർ എന്ന നോവൽ, അത് തൻ്റെ ആ ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയതിന് ശേഷം അതിന് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല. ജോഷി ജോസഫ് എന്ന് പറയുന്ന മലയാളി സംവിധായകൻ, അദ്ദേഹം എ ഡേ ഓഫ് എ ഹാങ്മാൻ എന്ന് പറയുന്ന ഒരു ആരാച്ചയെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നു. അതിന് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് ഒരുപാട് പേർ കണ്ടിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. ആ ഡോക്യുമെൻ്ററിക്ക് തിരക്കഥ എഴുതാൻ വേണ്ടി ഈ ഡോക്യുമെൻ്ററി ഇവർക്ക് കൈമാറുന്നു. ഇവരത് കണ്ടതിന് ശേഷം തിരക്കഥ എഴുതുന്നു. അതിന് 10 വർഷത്തിന് ശേഷം ആരാച്ചാർ എന്ന നോവൽ പുറത്തു വരുന്നു. അപ്പോൾ ആ ആരാച്ചാർ എന്ന നോവൽ പുറത്തു വരുമ്പോൾ പോലും ഈ ആരോപണം ഉയർന്നിട്ടുണ്ട്. ഈ ഹാങ്മാൻ്റെ കോപ്പിയാണ് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് ഒരു പുതിയ ആരോപണം കൂടി KR മീരയ്ക്കെതിരെ ഒരു പുതിയ എഴുത്തുകാരിയുടെ പേരിൽ മറ്റൊരാൾ, ഈ ജോഷി ജോസഫ് തന്നെ അത് ഉന്നയിച്ചിട്ടുണ്ട്. ഈ എഴുത്തുകാരി തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതിനെക്കുറിച്ച്. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവർ എന്തോ ഡിപ്രഷനിലാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ 1, 2, 3 ആരോപണങ്ങൾ മീരയ്ക്കെതിരെ ഉണ്ട്. ഇതിൽ KR മീര എന്നൊരു വിശദീകരണം നടത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് ഞാൻ 2020 എഴുതിയതാണ് എന്ന് പറയുന്നു. പക്ഷെ അവിടെയുള്ള പ്രശ്നം 2020 എഴുതി പ്രസിദ്ധീകരിച്ച 6 അധ്യായം മാത്രമാണ്. അപ്പോൾ ഈ പ്ലോട്ടുകൾ തമ്മിൽ സാമ്യം വരിക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. എല്ലാ കഥയ്ക്ക് എഴുതപ്പെടുന്ന ആകപ്പാടെ 10 56 പ്ലോട്ടുകളെ ലോകത്തുള്ളൂ. ആ പ്ലോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചാണ് സിനിമയും സാഹിത്യമൊക്കെ ഉണ്ടാക്കുന്നത്. അതിലാരാണ് ഏറ്റവും വൃത്തിയായിട്ട് എഴുതുന്നുള്ള കാര്യം, അത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ പ്ലോട്ടുകളുടെ സാമ്യം എന്ന് പറയുമ്പോൾ ഇതിലെ സാമ്യം പ്രശ്നമാണ്. അതായത് കാമുകനെ തേടി വിദേശ രാജ്യത്തേക്ക് പോകുന്ന ഇന്ത്യൻ യുവതി, അതാണ് ഈ 2 പ്ലോട്ടിൻ്റെയും സാമ്യം എന്ന് പറയുന്നത്. പക്ഷേ അത് എഴുതിയ ആൾക്ക് വിഷമം വരുമ്പോൾ സ്വാഭാവികമാണ്. കാരണം അത് അത്ര യൂണിക്കായിട്ടുള്ളതാണ്. ഹരിദാസ് സാവിത്രിയെ സംബന്ധിച്ച് അവരൊരു സാധാരണ വീട്ടമ്മയാണ്. അവരൊരു എഴുത്തുകാരിയായിരുന്നില്ല. അവർ സ്പെയിനിൽ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മ. ലിംഗ്വിസ്റ്റിക് പഠിക്കാൻ വേണ്ടി ബാഴ്സലോണ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു. അവിടെ വെച്ച് കുർദ് വംശത്തെ പറ്റി മനസ്സിലാക്കുന്നു. അപ്പോൾ കുർദുകൾ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, പീഡനങ്ങൾ, അധിനിവേശങ്ങളെക്കുറിച്ച് അറിഞ്ഞതിൽ മനസ്സ് നൊന്ത് അവരുടെ രാഷ്ട്രീയ ബോധം ഉയർന്ന് അവർ കുർദിസ്ഥാനിൽ സന്ദർശനം നടന്നു. അവിടെ കണ്ട കാഴ്ചകളാണ് അവർ നോവലായിട്ട് എഴുതുന്നത്. അവരൊരു നോവലിസ്റ്റേ അല്ല, അവർ നോവൽ എഴുതി തുടങ്ങുന്നത് ഈ കുർദ് യാത്രയുടെ ഫലമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിനോട് കുറേ കൂടി ഇമോഷണലി കണക്ഷൻ ഉണ്ടാവും. ആ കണക്ഷൻ കൊണ്ടായിരിക്കും അവരത് തുറന്നു പറയാൻ തയ്യാറാവുന്നത്. പക്ഷെ ഇത് ഈ മലയാള സാഹിത്യത്തിൽ കുറവാണ് എന്ന് ദിവ്യ പറഞ്ഞിട്ടുണ്ടോ? സാഹിത്യത്തിലാണ് കൂടുതൽ, സിനിമയേക്കാൾ കൂടുതൽ സാഹിത്യത്തിലാണ്. പക്ഷെ അത് പോപ്പുലർ മാധ്യമം സിനിമ ആയതുകൊണ്ടാണ് അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരാൾ ഫേസ്ബുക്കിലോ മറ്റോ എഴുതിയിട്ടൊരു യാത്രാ വിവരണം അങ്ങനെ തന്നെ കോപ്പിയടിച്ച് ഒരക്ഷരം പോലും, അതിൽ തെറ്റുപോലും കോപ്പിയടിച്ച് പുസ്തകമായിട്ട് ഇറങ്ങി വരുന്നവരുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്ന സ്ഥലമാണ് സാഹിത്യലോകം. പക്ഷേ ഇതിലെന്താണ് സംഭവിച്ചത് നമുക്കിപ്പോഴും വ്യക്തതയില്ല. പ്ലോട്ട് സമാനമാണെന്നല്ലേ ഉള്ളൂ. ജോഷി ജോസഫ് ആരോപിക്കുന്ന ഒരു കാര്യം കുറേ കൂടി ഗൗരവമുള്ള കാര്യമാണ്. അയാൾ പറഞ്ഞത് പ്ലോട്ട് സമാനമാവുന്നതിന് പിന്നിൽ അത് യാദൃശ്ചികതയല്ല, അതിന് പിന്നിൽ ഒരു സംഘം തന്നെയുണ്ട്. വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ട്. അവർ ഈ പുതിയ എഴുത്തുകാരെ മൊത്തം
ഇങ്ങനെ ഇല്ലായ്മ ചെയ്യുകയാണ്. അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് PC വിഷ്ണുനാഥിൻ്റെ നിവേദനമായിട്ട് അദ്ദേഹം എന്തോ കുറിപ്പെഴുതി വിട്ടിട്ടുണ്ട് സാംസ്കാരിക മന്ത്രിയോട്. ഇന്ന് മുഖ്യമന്ത്രിക്കും പരാതി ആയിട്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതാണ്, അതില്ലാതാക്കേണ്ടതാണ്. അതിനപ്പുറം ഈ വിവാദത്തിൽ എന്താണെന്നുള്ളത് രണ്ടുപേരും പുറത്തേക്ക് സംസാരിച്ച് തീർക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ശരി സാജു, ഇതിലിപ്പോൾ ഒരു രണ്ട് സാഹിത്യ സൃഷ്ടി തമ്മിൽ ഒരു പ്ലോട്ടുകൾ സാമ്യമാണെന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് കോപ്പിയടിയാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു കഥാതന്തു ഒന്നാവുക എന്നത് വലിയ കുറ്റകൃത്യമായിട്ടൊന്നും കണക്കാക്കേണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ കോപ്പിയടി ആരോപണമൊക്കെ എത്രത്തോളം നിലനിൽക്കുമെന്നും നമുക്ക് വായനക്കാർക്ക് വിട്ടുകൊടുക്കാം എന്ന് തോന്നുന്നു. പക്ഷേ നേരത്തെ കേരളീയ സാഹിത്യ പരിസരത്ത് നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പുതിയ കഥയോ അല്ലെങ്കിൽ ഇത്തരം ചർച്ചകൾ ആദ്യമായിട്ടൊന്നുമല്ല ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പക്ഷം പിടിച്ചിട്ട് ഇതിനെ മലീമസമാക്കരുത് എന്നാണ് നിരൂപകരോടും ഫാൻ ക്ലബ്ബുകളോടും ഒക്കെ ആദ്യം തന്നെ ഓർക്കേണ്ടത്. പക്ഷേ രണ്ട് എഴുത്തുകാരുടെ ചിന്തകളും ഭാവനകളുമൊക്കെ സാധാരണഗതിയിൽ വ്യത്യസ്തമായിരിക്കും. അതിനാൽ വായനക്കാർക്ക് അത് രണ്ട് അനുഭവങ്ങൾ തന്നെയാണ് സമ്മാനിക്കേണ്ടത്. പക്ഷേ രണ്ടു പേർക്കെതിരെയും കോപ്പിയടിക്കപ്പുറം ഇപ്പോൾ മാറ്റിയെഴുത്ത് ആരോപണങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ, ഈ ചർച്ചകളെല്ലാം തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട്. ഞാൻ ഇന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ വന്ന ഒരു കാര്യം, ഷാജിൽ അന്ത്രു എന്ന് പറഞ്ഞ ആൾ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് കുർദിഷ് എഴുത്തുകാരി ആവോ ഹോമയുടെ നോവൽ, അതായത് ഡോട്ടേഴ്സ് ഓഫ് സ്മോക്ക് ആൻഡ് ഫയർ എന്ന് പറയുന്ന നോവലിൻ്റെ മാറ്റിയെഴുത്താണ് ഇത് രണ്ടും എന്നുള്ള വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്നത് ഈ കുർദിഷ് നോവൽ ഈ വിവാദത്തിൽ ഇപ്പോൾ ആരും പരാമർശിച്ചൊന്നും കാണുന്നില്ല. 3 നോവലിലും ഏതാണ്ട് ഒരേ പ്രമേയം തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ചില ഘടകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് കഥാപരിസരവും മറ്റു കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. ഇനി ഇത് എന്തൊക്കെയാണെങ്കിലും എന്നിട്ട് ഇതിൻ്റെ 3ൻ്റെയും പൊതുഘടകങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മുന്നറിയിപ്പ് അവഗണിച്ച് സംഘർഷ മേഖലയിലേക്ക് പോകുന്നവർ, ദുരിതപൂർണമായ ദീർഘയാത്ര, അപരിചിതത്വവും ശത്രുതാപരവുമായ ചുറ്റുപാട്, ഭരണകൂട ആക്രമണം, പീഡനം, പരിസമാപ്തിയില്ലാത്ത മടക്കം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നൊരു കാര്യം, ഈ സിനിമ ആണെങ്കിലും കലാച്ചി ആണെങ്കിലും സാമി ആരോപണം പൊട്ടിപ്പുറപ്പെ 2 പുസ്തകങ്ങളും ചർച്ചയായി. വിവാദം വിൽപ്പന കൂട്ടുന്നതിൽ സംശയം ഒന്നുമില്ല. എന്നാൽ ചർച്ച വേണ്ടത് മോഷണം എന്ന ആരോപണത്തിലല്ല, സാഹിത്യത്തിലെ മാറ്റിയെഴുത്ത് എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ നമുക്ക് തിരിയണമെങ്കിൽ കുറെ കൂടി ഈ രണ്ടുപേരും ആരോപണവിധേയരായ KR മീരയും അതുപോലെ ഹരിത സാവിത്രിയും ഒക്കെ കുറെ കൂടെ ഓപ്പണായി ഈ വിഷയത്തിൽ സംസാരിക്കണം എന്നുള്ളതാണ്. അത് എത്രത്തോളം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്, അവിടെയും ഇവിടെയുമൊക്കെ മറച്ചു വെച്ചും അല്ലെങ്കിൽ കുത്തിയുമൊക്കെയുള്ള സംസാരങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളതാണ്. ശരി, അപ്പോൾ റാവു, ഇത് സത്യത്തിൽ ഈ വിവാദം ഈ 2 എഴുത്തുകാർക്കും ഗുണം ചെയ്യുമോ? അവരുടെ ഈ നോവൽ കൂടുതൽ വിറ്റഴിക്കാൻ കാരണമാവോ ഇത്? അതല്ലേ പ്രധാനപ്പെട്ട സംഗതി. നമ്മുടെ മലയാള സാഹിത്യ ലോകം ഒരു പുസ്തകത്തെ ചൊല്ലി, 2 പുസ്തകങ്ങളെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തോതിലുള്ള ഒരു ചർച്ച നടക്കുന്നു. അതിനെക്കുറിച്ച് വലിയ തോതിലുള്ള പരിശോധന നടക്കുന്നു. സാജു പറയുന്നു കുർദിഷ് എഴുത്തുകാരുടെ പുസ്തകമാണ്. ഇതൊന്നും രണ്ടുമല്ല, ഇവർ രണ്ടുപേരും വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന സാജു ചൂണ്ടിക്കാണിക്കും. ആക്ഷേപം വരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ മലയാള സാഹിത്യ രംഗം കൂടുതൽ എന്താണ് ക്രിയേറ്റീവ് ആവുകയാണ്. അങ്ങനെ കാണണ്ടേ? എന്ന് വെച്ചാൽ നമ്മുടെ ഫെസ്റ്റിവലുകൾ അല്ലേ, ഈ പറയുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, അത്തരം സംഗതികളെയൊക്കെ കൂടുതൽ എന്താണ് അതിൻ്റെ സാധ്യതകളെ വർദ്ധിപ്പിക്കും വിധം ഈ സംഗതി കുറച്ചുകൂടി പുഷ്പിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കാര്യം. അപ്പോൾ അത് ആ നിലയ്ക്ക് ഗുണം ചെയ്യും. രണ്ടാമത്തത്, ഈ പുസ്തകം ആരാണ് ശരിക്കും മൗലികമായി എഴുതിയെന്ന് ചോദിച്ചാൽ നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഇപ്പോഴും ഇല്ല. 2 പേരുടെ ഭാഗത്തും 2 തരത്തിലുള്ള ന്യായം പറഞ്ഞു. KR മീര പറയുന്നത് 2020 തന്നെ ഞാൻ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു 6 അധ്യായം. അവരെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ പറയുന്നത് ആ 6 അധ്യായത്തിൽ തന്നെ അതിൻ്റെ സ്വഭാവം എന്താണെന്നതിന് സൂചന ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് തന്നെ കലാച്ചി എന്നായിരുന്നു. കലാച്ചി അവിടെയുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തേക്കുള്ള പോകുന്നതിൻ്റെ സൂചനകൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ കഥാതന്തു അവിടെ തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിനുശേഷം 2022 ഹരിത സാവിത്രിയുടെ പുസ്തകം വരുന്നത്, നോവൽ വരുന്നത്. അപ്പോൾ ആരാണ്? അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന സംഗതി എന്താണ്? ഈ 2 പുസ്തകവും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ അതിൽ നിന്നും വായിക്കുന്ന സംഗതി, പ്രിയപ്പെട്ടവനെ തേടി പോകുന്ന യുവതി, 2 കഥാപാത്രങ്ങൾ, 2 പേർക്കും 2 പേരാണ്. പ്രിയപ്പെട്ടവനെ തേടി പോകുന്ന യുവതി എന്നുള്ള സംഗതി ആദ്യം കൊണ്ടുവന്നത് മീരയല്ലേ 2020. അപ്പോൾ 2022 പുസ്തകം എഴുതുമ്പോൾ പ്രിയപ്പെട്ടവനെ തേടി പോകുന്ന യുവതി എന്ന മട്ടിൽ നിങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ നിങ്ങളല്ലേ കോപ്പി അടിച്ചെന്ന് ചോദിക്കുകയാണ് ഇവരെ പിന്തുണയ്ക്കുന്ന ആളുകൾ. പക്ഷെ അവർ പറഞ്ഞത് ആദ്യത്തെ 6 ഭാഗങ്ങൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. അവിടെ ഇതിൻ്റെ കോർ ഏരിയയില്ല. നേരത്തെ അജിംസ് സൂചിപ്പിച്ച പോലെ കോർ സംഗതി വരുന്ന 6 അധ്യായം കഴിഞ്ഞിട്ടാണ്. അത് ആദ്യം എഴുതിയതാരാണ്? ഹരിത സാവിത്രിയാണ് എന്നതാണ്. അപ്പോൾ ഇതിനകത്തൊരു ഒരു സങ്കീർണത കിടക്കുന്നുണ്ട്. 2 പേരും അവരവരുടെ ഭാഗം വിശദീകരിച്ചു. ഇനി കൂടുതൽ വിശദീകരിക്കാനൊന്നും ഇല്ല. അവരവരുടെ ഭാഗം അവർ പറയാണ് ഞങ്ങളുടെ എഴുതി. ഒരു കാര്യമുണ്ട് കേട്ടോ, പ്ലോട്ടൊക്കെ ഇഷ്ടംപോലെ അജിംസ് പറഞ്ഞ പോലെ എല്ലാവർക്കും തോന്നാം. അത് ഏറ്റവും നന്നായി ആരെഴുതുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ അവിടെ ഉള്ളൂ.
ഒരേ മനുഷ്യന്റെ ജീവിത സന്ദർഭങ്ങൾ അല്ലെങ്കിൽ യാതനകൾ, നരകിക്കലുകൾ ഒക്കെ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യാം. അപ്പോൾ അതിനെ ചൊല്ലി നിങ്ങൾ ഉണ്ടാക്കുന്ന സംഗതി ഏറ്റവും മഹത്തരമായും ഏറ്റവും ക്രിയേറ്റീവായും ഏറ്റവും പെർഫെക്റ്റായി ആരുണ്ടാക്കുന്നു, മഹോന്നതമായി ആരുണ്ടാക്കുന്നുള്ള ക്വസ്റ്റനേ ഉള്ളൂ. അതിലതാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുക. ഇപ്പോൾ പ്രിയദർശൻ എത്രയോ സിനിമകൾ മലയാളം ചെയ്തിട്ടുണ്ട്. മിക്കവാറും സിനിമകൾ അദ്ദേഹം വിദേശ സിനിമകളിൽ നിന്ന് എടുത്താണ്. പക്ഷേ വിദേശ സിനിമ അതുപോലെ പകർത്തി വെച്ചിരിക്കുകയാണോ? പ്രിയദർശൻ്റെ ഒരു ടച്ച് അതിനകത്തുണ്ട്. അല്ല, നമ്മൾ കാണുന്നതും വായിക്കുന്നതും ഒക്കെ നമ്മൾ പിന്നീട് എഴുതുന്നതിനെ സ്വാധീനിക്കാമല്ലോ. അതെ, സ്വാധീനിക്കാം. നമ്മൾ വായിക്കുന്ന വായന നമ്മുടെ വായനയും നമ്മുടെ കാഴ്ചയെല്ലാം സ്വാധീനിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതിലിപ്പോൾ ആരെങ്കിലും കുറ്റക്കാരാണെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം പ്രതികരിക്കുന്നതിൻ്റെ രീതി പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ KR മീര ഒരു നീണ്ട ഫേസ്ബുക്ക് കുറിപ്പിട്ടിട്ടുണ്ട്. അതിൽ അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൽ തന്നെ ആദ്യ നോവൽ എഴുതിയ ഒരാളുടെ കോപ്പി അടിക്കുന്ന കാര്യം എനിക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊരു ഉപരിബോധമാണ്, അത് പാടില്ലാത്ത ഒന്നാണ്. അവർ കമ്മ്യൂണിസ്റ്റ് കൂടിയാണല്ലോ, ലെഫ്റ്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ ആദ്യ നോവൽ എഴുതിയ ഒരാൾ, അവരെ വിമർശിക്കുന്നവരൊക്കെ അവർ വെറും ഒരു എവിടെ ഇരുന്ന് നോവൽ എഴുതുന്ന മലയാളിയുടെയും ഇന്ത്യയുടെയും യാതനകൾ അറിയാത്ത ഒരാളെന്നൊക്കെ പറഞ്ഞ് അവരെ ആക്ഷേപിക്കുകയാണ്. ഇന്നിപ്പോൾ ഹരിദാസ് സാവിത്രി മീഡിയയോട് സംസാരിക്കുന്ന രാവിലെ ഞാൻ കണ്ടു. അവർ കുറേ നേരം വീഡിയോയിൽ സംസാരിക്കുകയാണ്. അവർ വളരെ ക്വാളിറ്റേറ്റീവായിട്ടാണ് അതിനോട് പ്രതികരിക്കുന്നത്. അവർ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരു ഇഷ്യൂ ഉന്നയിക്കുന്നേ ഇല്ല, ഞാനിത് തുടരാൻ പോലും ആഗ്രഹിക്കുന്നില്ല, അന്നും ആഗ്രഹിച്ചിട്ടില്ല, ഇന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങളത് ഓവറാക്കുകയാണ്. അപ്പോൾ അത് PK രാജശേഖരനെ കുറിച്ച് അവർ ചോദിക്കുന്നുണ്ട്. ഞാൻ എഴുതിയ നോവൽ ഫാസിസത്തിനും വലതുപക്ഷത്തിനും എതിരാണ്, നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന അതാണോ? നിങ്ങൾ എന്തിനാണ് അതിൽ പ്രകോപിതനാവുന്നത്? നിങ്ങളൊക്കെ ലെഫ്റ്റ് ആണെങ്കിൽ ഞാൻ എഴുതിയ ഫാസിസത്തിനും വലതുപക്ഷ ആശയങ്ങൾക്കെതിരായിട്ടുള്ള നോവൽ നിങ്ങൾ എന്തിനാണ് ഇത്ര ഡിസ്റ്റർബ് ചെയ്യുന്നത്? നിങ്ങളെന്തിനാണ് എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം നിങ്ങൾ വലിച്ചിളക്കി ആളുകളുടെ പേരും പ്രൊഫൈലും ഒക്കെ പറയുന്നുണ്ട്. ഇത്ര വലുതാക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഇതിനകത്ത് പ്രവർത്തിച്ച് താല്പര്യക്കാരെ കാണേണ്ട ഒരു കാര്യമാണ്. അത് മോശമാക്കുന്നതിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2 സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഇത് മുന്നോട്ട് കൊണ്ടുവന്ന് താല്പര്യമില്ല. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ എന്തിനാണ് ഇതിനകത്ത് ബലം പിടിക്കുന്നത്? എന്നിട്ട് അവർ പറയുകയാണ് അവരുടെ നോവലിനെ കേരളത്തിലിപ്പോൾ ഭയങ്കരമായി കുപ്രസിദ്ധമായിട്ടുള്ള ഒരു യുവ നേതാവിനുമായി ബന്ധപ്പെടുത്തി, ഒരു പ്രെഡേറ്ററുമായിട്ട് ഒക്കെ ബന്ധപ്പെടുത്തി അവരെ അപമാനിക്കാൻ ശ്രമിച്ചു. അത് ശരിയായൊരു സമീപനമല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പ്രതികരണത്തിൽ KR മീര കുറച്ചുകൂടി ഞാനാണ് സീനിയർ എഴുത്തുകാരി, എനിക്കാണ് ഈ പരിപാടിയൊക്കെ അറിയാവുന്ന ഒരു ടോൺ അവരതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെ വേദനയും നിരാശയും ഇന്നിപ്പോൾ ഹരിദാസ് സാവിത്രി. അത് മാത്രമല്ല പ്രശ്നം, ഈ PK രാജശേഖരൻ മലയാളത്തിൽ അറിയപ്പെടുന്ന നിരൂപകനാണ്. അപ്പോൾ അദ്ദേഹം മുമ്പ് നടത്തിയിട്ടൊരു പരാമർശമുണ്ട്, എന്തിനാണ് മലയാളികൾ മറ്റു രാജ്യങ്ങളിലെ കഥകൾ എഴുതുന്നത്? അതായത് ഈ സിൻ പുറത്തിറങ്ങിയ സന്ദർഭത്തിലായിരുന്നു ഇതിൻ്റെ വിമർശനം. ഇതേ PK രാജശേഖരൻ ഈ കസാഖ്സ്ഥാനിലെ കഥ പറയുന്ന കലാച്ചിയെ കുറിച്ച് വളരെ ഉഷാറായിട്ട് പറയുകയും ചെയ്തു. അതിൽ വ്യക്തിവിരോധം പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ നിരൂപണം എന്ന് പറയുന്നതൊക്കെ നമ്മൾ M കൃഷ്ണൻ നായരിൽ നിന്ന് കണ്ടുപിടിക്കണം. ഇപ്പോഴുള്ള നിരൂപണം തന്നെ പ്രശ്നമാണ്. സാഹിത്യകൃതികളുടെ മൂല്യം കുറയുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നിരൂപണത്തിന്റെ മൂല്യം കുറഞ്ഞു. നിരൂപണത്തിനകത്ത് അജണ്ട പ്രവർത്തിക്കുന്നുള്ള പ്രശ്നമാണ്. ആ അജണ്ട പ്രവർത്തിക്കുന്നതിനുള്ള പ്രശ്നമാണ് അവരിന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അവർക്ക് ഇതിനകത്ത് സീരിയസ് ആയിട്ടുള്ള ഒരു ഡിബേറ്റ് റൺ ചെയ്യണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. പക്ഷെ അവരെ വേട്ടയാടാൻ നടത്തുന്ന, അവരെ മൊത്തത്തിൽ കോർണർ ചെയ്യാനും അവരെ ടാർണിഷ് ചെയ്യാനും നടത്തുന്ന ശ്രമങ്ങളുള്ള വിയോജിപ്പ് അവർ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത് അവരുടെ ഡിസ്റ്റർബൻസ് എന്തുമാത്രമാണെന്ന് ഇന്നത്തെ പ്രതികരണ പ്രകടമാണ്. അതുകൊണ്ട് അവരെ വെറുതെ വിടണമെന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. ഇനിയിപ്പോൾ അവർക്കത് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എൻ്റെ പുസ്തകമാണ്, അവർക്ക് ലീഗലി മൂവ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് പൊതുമത്തിൽ അത് ചർച്ചയാക്കണം, അവരത് ചെയ്യട്ടെ. ബാക്കിയുള്ള ആൾക്കാരെ തിരവിട്ട് അത് വഷളാക്കാതിരിക്കുക എന്നാണ് ഒരു കാര്യം. മറ്റേ സൈഡ് അവിടെ ഉണ്ട്, ഇത് മൊത്തം ഒന്ന് ആക്റ്റീവ് ആയിരിക്കുന്നു. പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ച, എഴുത്തുകാർ അവിടെ ഒന്ന് വായിക്കാനൊക്കെ തോന്നും ആളുകൾക്ക്. യെസ്. അപ്പോൾ അത് ആ നിരക്കുള്ള ഗുണമുണ്ടെന്ന് സൈഡിൽ കൂടെ കാണേണ്ടതെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായും. എന്തായാലും സാഹിത്യരംഗത്ത് എന്തായാലും ഇതുപോലെയുള്ള കോപ്പിയുടെ ആരോപണങ്ങൾ ഒരു പുതുമയുള്ളതൊന്നുമല്ല. ഈ വിവാദത്തിൽ ഇപ്പോൾ KR മീരയായാലും ഹരിദാസ് സാവിത്രി ആയാലും അവരുടെ വേർഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ വിവാദം എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്.